തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ആവേശമാണ് പത്തനംതിട്ടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇടത് ക്യാമ്പിലെ പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കുന്നതിലും ചുവരെഴുതുന്നതിന്റെയും തിരക്കിലാണ്. കാണാം ഇനി പത്തനംതിട്ടയിൽ നിന്നും സുജുറ്റി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ട ഇളക്കി മറിക്കുമെന്ന് തോന്നുന്നു. വളരെ മനോഹരമായി ഈ ആദ്യത്തെ റോഡ് ഷോ ഒക്കെ ആളുകൾ ഒത്തിരി പേര് പങ്കാളിത്തം, ഒരുപാട് ജനങ്ങൾ പങ്കെടുത്തു. തീർച്ചയായിട്ടും നമ്മൾ കാഞ്ഞിരപ്പള്ളി വരെ പോയപ്പം വഴിനീളെ പ്രത്യേകിച്ച് ഈ കിഫ്ബിയുടെ റോഡ് അതൊക്കെ തന്നെ ആളുകളെ സ്വാധീനിക്കുന്ന വിശ്വസിക്കുന്നത്. വളരെ വളരെ നല്ലൊരു മിനിസ്റ്ററായിരുന്നു. ഒരു പോസിറ്റീവ് ഒരു വൈബ് തന്നെ ഇടത് ക്യാമ്പിലുള്ളത് അല്ലേ? തീർച്ചയായും ഇതറിഞ്ഞേട്ടാ നിങ്ങളുടെ നാട്ടിൽ ഈ തോമസ് ഐസക്കിന്റെ ഫ്ലെക്സുകൾ മൊത്തം നിരത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവരെന്താ പരിപാടി, നമുക്കൊന്ന് പോയി നോക്കിയാലോ? നോക്കാം, ഉറപ്പായിട്ടും. ഒന്ന് സൈഡ് ഒതുക്കാം. വാ ഇറങ്ങിയോ. സാജോണ നമസ്കാരം. എന്താ ഞങ്ങളിങ്ങനെ ഒരു വാർത്ത എടുത്തിട്ട് വരുമായിരുന്നു. ഐസക് സാബിന്റെ ഫ്ലക്സ് ആണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ തകർപ്പായിട്ട് ഭിത്തിയിൽ വെള്ളയടിക്കും അല്ലേ? എങ്ങനെയാ, വലിയ ആവേശത്തിലാണോ നിങ്ങൾ? നല്ല ആവേശത്തിലാണ്. ഐസക് സഖാവിന്റെ വിജയത്തിന് വേണ്ടിയാണ്. അതായത് ഇവര് ഭിത്തി അടിക്കുന്ന അപ്പുറത്തെ ഇത് കഴിഞ്ഞില്ലേ? എഴുതി കഴിഞ്ഞില്ലേ? നമ്മുടെ സഖാവ് തന്നെയാണ്. ഇതിപ്പോ ഇതിനുള്ള ഇനിയും തിരഞ്ഞെടുപ്പ് കഴിയുന്ന പോലെ നിങ്ങൾക്കൊന്നും ഓർക്കമില്ലായിരിക്കും അല്ലേ? ഇനി നമുക്ക് ആണെങ്കിൽ ഇത്ര നമുക്ക് പത്രം ചുമപ്പിച്ചേ കഴിയുള്ളൂ. നമ്മൾ ചുമക്കും, ഉറപ്പാണ്. ആത്മവിശ്വാസം ഉണ്ട് 100%. ഇതിന്റെ രസം എന്ന് പറഞ്ഞറിയോ, എനിക്ക് തോന്നുന്നത് നമ്മളായിരിക്കും അല്ലെങ്കിൽ പാർട്ടിയായിരിക്കും പ്രവർത്തകരെല്ലാം രാത്രി ഇങ്ങനെ ഉറക്കടച്ച്. വേറെ ഒരു രാഷ്ട്രീയക്കാരെ ഈ നാട്ടിൽ കാണാനില്ല. അത് അവർ ചെയ്ത് തന്നെ എല്ലാം രാത്രി പൈസ കൊടുത്ത് ചെയ്യിക്കും. ഫ്ലെക്സ് വെക്കണമെങ്കിൽ തന്നെ ഹിന്ദിക്കാരെ വിളിക്കും, എല്ലാ പാർട്ടിക്കാരും. നമ്മളെ ഉള്ളൂ ഇങ്ങനെ പ്രവർത്തകർ ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. രാത്രി ഉറക്കുളച്ച് ഫ്ലെക്സ് ഒക്കെ നോക്കാം. തീർച്ചയായിട്ടും രസമുണ്ട് ഈ ഒരു ചിത്രവും ആളുകളുടെ അല്ലേ? അതെ, ഇതെല്ലാം ഇന്ന് രാത്രി വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതന്നെ ഈ റോഡിലൊക്കെ വെച്ചിരിക്കുന്നത്. റോഡിൽ വെക്കാനല്ല, ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വണ്ടിക്ക് കൊണ്ട് ഇറക്കി വെച്ചതാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോകും. അതെ അതെ, എനിക്ക് വളരെ മനോഹരമായ ഒരു ഇത് എഴുതും തോന്നുന്നു അല്ലേ? നമുക്ക് അതുകൂടെ തന്നെയാണ്. ഇത് നമ്മുടെ കുന്നന്താനത്ത് നിന്ന് വന്ന ഒരു സഖാവ. എങ്ങനെയുണ്ട് ഐസക്കിന്റെ എഴുത്തൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് വരട്ടെ. എല്ലാ വർഷവും എഴുതുന്നതാണോ? എല്ലാ വർഷവും എഴുതുന്നതാണ്. എല്ലാ പ്രാവശ്യവും എല്ലാ ഇലക്ഷനും കൊണ്ടെഴുതുന്നു. നിങ്ങൾക്കെല്ലാം കുറച്ച് വിശ്വാസമാണോ ഐസക് ജയിക്കുമോ? ജയിക്കും 100% ഉറപ്പാണ്. ഈ ഇനിയും എല്ലാ രാത്രിയും ഇനിയും ഫ്ലെക്സ് വെക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, ഇതൊക്കെ ആയിരിക്കും. അത് തന്നെ, നാളെ തൊട്ട് തുടങ്ങാം. ഇന്ന് തൊട്ട് തുടങ്ങി. അതുകൊണ്ട് ഫ്ലെക്സ് പോസ്റ്റർ ആയിട്ടില്ലേ? പോസ്റ്റർ വന്നു, ഒന്നാം പോസ്റ്റർ വന്നു. ഇപ്പൊ ഇന്ന് രാത്രി ഒട്ടിക്കാൻ പോവാണ്. കളക്കാൻ പോസ്റ്റർ ആണല്ലോ. ഐസക് സഖാവിന്റെ ഒന്നാം ഘട്ട പോസ്റ്ററാണ്, ആദ്യത്തെ പോസ്റ്ററാണ്. ഞങ്ങളെ നിങ്ങളുടെ കുമ്പഴക്കാരനായിട്ടോ വന്ന് എന്തി അരഞ്ചേട്ടൻ എന്തിയേ? ഇവിടെ അപ്പുറത്ത് മാറി നിൽക്കുക. ഓക്കെ. അതായത് ഇവിടെ വലിയ ഒരു ആവേശത്തിലാണ് കുമ്പഴയിലെ CPM-ന്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ മൈലപ്പുറയിലെ ഇടത് പ്രവർത്തകർ. നമ്മൾ പറഞ്ഞു വന്നതുപോലെ റോഡ് ഷോ മുതൽ തന്നെ വലിയ ആവേശത്തിലാണ്. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടത് ക്യാമ്പിന് പ്രചരണ രംഗത്ത് വലിയ ഒരു മേൽക്കോയ്മ നേടാൻ സാധിച്ചിട്ടുണ്ട്. മലപ്പുറയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുളമ്പിനൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.